നുൻഷ്യ എന്നോട് പറഞ്ഞു, താങ്കൾ പോയി പള്ളിയിൽ പോയിരുന്ന ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി 15 മിനിറ്റ് ഇരുന്നു എന്നല്ലാണ്ട് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താ പറഞ്ഞാൽ എന്തെന്നുള്ള ഒരു വല്ലാത്ത ഒരവസ്ഥയിലായി കഴിഞ്ഞു. നാട്ടിൽ നിന്ന് വന്ന് 2 വർഷം ജർമ്മനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാപരമായിട്ടും പിള്ളേരെ മനസ്സിലാക്കുന്ന കൾച്ചർപരമായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ സമയമായിരുന്നു യൂത്ത് പാസ്റ്ററും സ്കൂൾ പാസ്റ്ററുമോടെ ആയിട്ടുള്ള ജോലി. ഒരുമിച്ച് ജോലി വന്നിട്ട് 2 വർഷം ആയുള്ളൂ. ആ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി 12-1 മണി വരെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്തിട്ട് 2-3 മണിക്കൂർ കിടന്നിട്ട് വീണ്ടും 4 മണിക്ക് എണീറ്റ്. കാരണം ഒരു എന്താ പറയുക, ഒരു അവർ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും. അത്രയ്ക്ക് ജോലി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉറക്കക്ഷീണം എല്ലാം കൂടെ വന്നിട്ട് അതൊക്കെ മൈൻസ് രൂപതയിൽ അന്നൊരു നല്ല കാര്യമാണ്. അന്നത്തെ ഇവിടുത്തെ ഓക്സിലിയറി ബിഷപ്പാണ് ഞങ്ങളുടെ ചുമതലയുള്ള ആൾ. പുള്ളിക്കാരനത് എങ്ങനെയോ മനസ്സിലായിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നീ സ്കൂൾ പാസ്റ്റർ എന്നുള്ള പരിപാടി വിട്ടിട്ട് തൽക്കാലം വേറെ ഏതെങ്കിലും പള്ളിയിൽ പകുതി ജോലി കൊണ്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കർമ്മലീത്ത അച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ബിഷപ്പ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണമില്ല ജീവിതത്തിൽ. ഇപ്പോൾ ഇന്ത്യൻ ഓക്കാം സഭയെ സംബന്ധിച്ചിടത്തോളം ആരും ചിന്തിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആരെയും ബിഷപ്പാവാം. അങ്ങനെ ദൈവവിളി ഒരു ദൈവാനുഭവത്തിൽ നിന്നുണ്ടായ ദൈവവിളി. എനിക്ക് ചെറുപ്പം തുടങ്ങിയ അച്ഛനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ആൺമക്കളാണ് വീട്ടിൽ. അതിനോടൊപ്പം തന്നെ വീട്ടിലൊരു കസിനും ഉണ്ടായിരുന്നു. കസിൻ്റെ എന്ന് വെച്ചാൽ ചാച്ചൻ്റെ പെങ്ങളുടെ മകൻ ഇടുക്കിയിലായിരുന്നു അവരുടെ വീട്. ഹൈ റേഞ്ചിലപ്പോൾ അന്ന് സ്കൂളൊക്കെ ഒത്തിരി അകലെ ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നിട്ടാണ് സ്കൂളിൽ പോയത്. ഞങ്ങളുടെ പോയത്. അപ്പം അങ്ങനെ ഞങ്ങൾ 4 ആൺപിള്ളേരായിട്ടാണ് വീട്ടിൽ വളർന്നു വന്നത്. എന്നിട്ട് എൻ്റെ എന്താണ് എല്ലാവർക്കും ഒരു 2 അച്ഛനാവണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേണ്ട 3 പേര് അച്ഛന്മാരായി ആദ്യമേ പറഞ്ഞായിരുന്നു. അച്ഛന്മാരാരും IAS പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് നമ്മളൊരു മിഷൻ എന്നുള്ള രീതിയിലാണല്ലോ ഒരു സഭാവൈദികന്റെ ഒരു അപ്പോൾ IAS പഠിച്ചതിന് ശേഷം ഒരു സോഷ്യൽ സർവീസിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെ IAS ആഗ്രഹമായിട്ട് നടത്തുമ്പോഴാണ് ജർമ്മനിക്കുള്ള ചോദ്യം. അപ്പൊ ജർമ്മനി നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, യൂറോപ്പിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് രീതിയിൽ അതെന്തോ ഒരു വലിയ സംഭവമാണ്. കാരണം ഇപ്പൊ പോലെയാണ് ഒത്തിരി പേർക്ക് ഒരു 20 വർഷത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലം എൻ്റെ IAS ആഗ്രഹം മാറ്റിവെച്ചിട്ട്. നമസ്കാരം, ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി നിയുക്തനായിരിക്കുന്ന അഭിവന്യ ജോഷി പൊട്ടക്കൽ പിതാവിനോടൊപ്പമാണ് ഇന്ന് ഞാനായിരിക്കുന്നത്. ഇങ്ങനെയൊരവസരം പിതാവിനെ ഇൻ്റർവ്യൂ ചെയ്യാനായി നൽകിയതിന് പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. സത്യദീപം വായനക്കാരുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നന്ദി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി സത്യദീപം എന്ന് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ചെറുപ്പം തുടങ്ങിയ വായിക്കുന്ന പത്രമാണല്ലോ സത്യദീപം. പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്നത് പിന്നെ കാണാറില്ലെങ്കിലും അപ്പോൾ സത്യദീപത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഇൻ്റർവ്യൂ എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ സൂര്യരാജൻ വന്നതിലും സത്യദീപത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. ദൈവ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് സത്യദീപവുമാണ് നമുക്കൊരു തിരി കത്തിച്ച് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി പറയുകയാണ്. 3 വർഷമായി മൈൻസ് രൂപതയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ കൂടിയാണ് ഞാൻ. കോതമംഗലം രൂപതയിൽപ്പെട്ട അച്ഛനാണ് ഞാൻ. പിതാവ് കോതമംഗലം രൂപതയിൽ നിന്ന് ഉള്ള ആളാണ് എന്നത് എനിക്ക് ഇരട്ടി സന്തോഷം നൽകുകയാണ്. അതുകൊണ്ട് പിതാവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും വലിയ സന്തോഷം. ആദ്യമേ തന്നെ വളരെ ഇൻഫോർമലായ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ പിതാവിനുണ്ടായ വികാരത്തെ ഒന്ന് വളരെ ചുരുക്കമായിട്ടൊന്ന് പറയാമോ? മൈൻസ് രൂപത ഒരു 2 വർഷമായിട്ട് ഒരു നമ്മൾ ഓക്സിലിയറി ബിഷപ്പ്, മൈൻസിൽ നമ്മൾ വൈ ബിഷപ്പ് എന്ന് പറയും, ഓക്സിലിയറി ബിഷപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒത്തിരി പ്രോസസ്സുണ്ട്. ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇവിടുത്തെ ഓക്സിലിയറിനെ തിരഞ്ഞെടുക്കുമ്പോൾ രൂപതയുടെ പിതാവ് ഒരു 3 പേര് സമർപ്പിക്കും. എന്നിട്ട് അതിൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നുൻഷ്യോയുടെ ഭാഗത്തുനിന്ന്
അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനിപ്പോൾ മൈൻസ് രൂപതയുടെ അച്ഛന്മാരുടെ നമ്മളുടെ പ്രീസ്റ്റ് റഫറൻറ്റ് അല്ലെങ്കിൽ വിക്കർ ഫോർ ക്ലർജി എന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇൻവോൾവ്മെൻ്റ് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇതൊരിക്കലും എൻ്റെ പേരിലും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചോദ്യ പരിപാടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പേര് ബിഷപ്പ് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു അറിവില്ലായിരുന്നു. നമ്മളിത് സാറിന് രീതിയിൽ ഒരു അച്ഛനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമിനാരി ചേരുന്നു അച്ഛനാവാൻ വേണ്ടിയിട്ട്, അതിനുശേഷം പഠിക്കുന്നു. അതൊരു നീണ്ട പ്രോസസ്സാണ്. എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഒരു സമയമുണ്ട്. ഒരു ബിഷപ്പായിട്ടുള്ളതെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നുൻഷിയോയുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 2 ആഴ്ച മുമ്പാണ് ഞാൻ, അതായത് ഒഫീഷ്യലായിട്ട് അതിവിടെ പിന്നെ പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് എനിക്ക് ഈ നുൻഷിയോ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ നുൻഷിയോടൊപ്പം എനിക്ക് വലിയ വണ്ടറായി ആദ്യം. കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 10 ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞു ആലോചിക്കാനായിട്ട്. അപ്പോൾ നുൻഷിയോ പറഞ്ഞു 10 ദിവസത്തെ സമയം തരില്ല, ഒരാഴ്ചത്തെ സമയം ഉണ്ടായിരിക്കും, എടുക്കാം എന്ന് പറഞ്ഞു. അതും ഇച്ചിരി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പുള്ളി ഒരാഴ്ചത്തെ സമയം തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ച കൊണ്ട് എനിക്ക് ഒത്തിരി ആലോചിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിലാണ്, പറയണോ വേണോ വേണ്ടയോ എന്ന്. നുൻഷിയോ എന്നോട് പറഞ്ഞു, താങ്കൾ പോയി പള്ളിയിൽ പോയിരുന്ന ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി 15 മിനിറ്റ് ഇരുന്നു എന്നല്ലാണ്ട് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്നാ പറഞ്ഞാൽ എന്തെന്നുള്ള ഒരു വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി. പിന്നെ ഭാഗ്യത്തിന് ഞാൻ അയർലൻഡിൽ എൻ്റെ കസിൻ്റെ ജൂബിലി ആഘോഷത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. കസിൻ അച്ഛനാണ് കർമ്മലിത്ത സഭയിലാണ്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് അതിന് ഒരു ദിവസം മുമ്പാണ് എനിക്ക് ഈ ചോദ്യം കിട്ടുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കസിനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ചേട്ടനും കർമ്മലിത്ത അച്ഛനാണ്, പുള്ളി കാനഡയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു അത്. അപ്പോൾ അവരോട് നമുക്ക് ഒത്തിരി സംസാരിക്കാനും വരും വരായികളെക്കുറിച്ചും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു നല്ല ഒരു അവസരം കിട്ടി. അത് ദൈവഹിതമായിരിക്കും എന്ന് വിചാരിക്കുന്നു ആ സമയത്ത് തന്നെ ഈ ചോദ്യം വന്നത്. അപ്പോൾ അങ്ങനെ എന്നാ പറയുക, ഇപ്പം തീരുമാനം നമ്മൾ 100% ഉറപ്പിച്ചെടുത്ത തീരുമാനമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അല്ല. കാരണം ഈ കുറഞ്ഞ സമയത്തുള്ള ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അത്ര തീരുമാനം എടുക്കാനുള്ള പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് തീരുമാനിക്കാമെന്നുള്ളൂ, രണ്ടും കൽപ്പിച്ച്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ്. അതായത് എനിക്കൊരു എന്നാ പറഞ്ഞ ഒരു ആശ്ചര്യമായിപ്പോയി ഈ ചോദ്യം. പിന്നെ തീരുമാനിക്കാനുള്ള ഒരാഴ്ച സമയം കിട്ടിയത് നന്നായി. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെയും കസിൻ്റെയും കൂട്ടത്തിൽ സമയം ചിലവഴിക്കാൻ കിട്ടിയത് നന്നായി. കാരണം നമ്മളിത് ഒത്തിരി പേരോട് പറയാനും പറ്റില്ല നിയമം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്നാ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ തീരുമാനിക്കാനായിട്ട്, ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കാനായിട്ട് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ്. ആദ്യ നാളുകളിൽ വേണ്ടായിരുന്നു എന്ന് നമുക്കൊരു ചിന്ത തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അത് തന്നെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ആ എടുത്ത തീരുമാനത്തിൽ സന്തോഷമുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പോൾ പിതാവ് തന്നെ പറഞ്ഞു 1246 ആരംഭിച്ച ഒരു ഭവനമാണിത്, കർമ്മലിത്ത സഭയുടെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, സഹസ്രാബ്ദത്തിന് അപ്പുറം പഴക്കമുള്ള വലിയ ക്ലോസ്റ്ററുകളും അതുപോലെ വലിയ മഠങ്ങളും എല്ലാം നിറഞ്ഞ ഒരു രാജ്യമാണല്ലോ ജർമ്മനി. കത്തോലിക്ക സഭയുടെ വലിയൊരു സംസ്കാരത്തിൻ്റെ പൈതൃകം പേർന്നൊരു രാജ്യം. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഡയോസിലൊരു ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ആ ഡയോസ് തുടങ്ങിയതിന് ശേഷമുള്ള 3ാമത്തെ 4ാമത്തെ ബിഷപ്പ് ആയിരിക്കും. കേരളത്തിലൊക്കെ പൊതുവെ എല്ലാം തന്നെ 1ാമത്തെയും 2ാമത്തെയും ബിഷപ്പ് വരെ ആദ്യത്തെ ബിഷപ്പ് വരെ ഭരിക്കുന്ന അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന രൂപതകൾ ഇഷ്ടം പോലെയുണ്ട്. ഇത് മൈൻസിലെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കോളിഗ്രാഫ് പിതാവ് 88ാമത്തെ ആദ്യത്തെ ബിഷപ്പിൻ്റെ 88ാമത്തെ പിൻഗാമിയാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ വലിയ ചരിത്രമുള്ള, ആൽപ്സിന് വടക്കോട്ട് നോക്കിയാൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു രൂപതയാണ് മൈൻസ്. അവിടെ ഈ ജോലി ഏറ്റെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കേരളത്തിലെ ഒരു ബിഷപ്പ് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പോലെയല്ല. കാരണം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളാണ് ഇന്ന് യൂറോപ്പിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പിതാവിനെ എപ്പോഴെങ്കിലും പുറകോട്ട് നയിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യും? കാരണം ഉത്തരവാദിത്തപ്പെട്ട ജോലി തന്നെ കുറച്ച് നാളായിട്ട് പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛന്മാരുടെ ചാർജായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അച്ഛന്മാരുടെ കൂടുതൽ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ പൊതുവെ ഉത്തരവാദിത്തപ്പെട്ട ജോലികളിൽ നിന്ന് എല്ലാവരും ഒളിച്ചോടുന്നൊരു സമയം കൂടിയാണ് ജർമ്മനിയിൽ, സഭയിൽ പോലും. കാരണം അച്ഛന്മാർ പലരും ആ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ മാറ്റിവെച്ച് വെറുതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഷപ്പാകാനായിട്ടോ അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനോ
ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നോ പറയാനുള്ള സാധ്യത കൂടുതലുള്ളൊരു കാലം കൂടിയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത് ഏറ്റെടുക്കുന്നത് വലിയൊരു ചലഞ്ചാണ്. എല്ലാ ദൈവാനുഗ്രഹവും പിതാവിന് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യം എങ്ങനെയാണ് പിതാവിന് ഈ ഇന്ത്യയിൽ പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്? കാരണം പിതാവ് പഠിച്ചത് മുഴുവൻ ഇന്ത്യയിലാണ്. അതേസമയം അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വരികയും ഭാഷയെല്ലാം വളരെ നന്നായി പഠിച്ച് ഇവിടെ വൈദികനായിട്ട് മുഴുവൻ ജോലി ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ധൈര്യം കിട്ടിയത്? ഒരു തിരുത്തുണ്ട്. അച്ഛനാവണതിന് മുമ്പ് ഞാൻ വന്നില്ല. അതായത് അച്ഛനാവണതിന് മുമ്പ് തന്നെ ഉറപ്പായിരുന്നു ജർമ്മനിക്ക് വരുമെന്ന്. കാരണം നമ്മൾ ഇന്ത്യൻ പ്രോവിൻസ് ജർമ്മനിക്കാന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പറഞ്ഞായിരുന്നു. പക്ഷെ പറഞ്ഞു ശരിയാണ്, ഇന്ത്യയിലാണ് പഠിച്ചത്. അതിനുശേഷം ഇവിടെ ഞാൻ 2004 വന്നതാണ് ജർമ്മനിയിൽ. പിന്നെ ചോദിക്കുന്നൊരു ഓർഡിനേഷൻ ഇന്ത്യയിലായിരുന്നു. ഓർഡിനേഷൻ ഇന്ത്യയിലായിരുന്നു. 2003 ഇന്ത്യയിലായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സാറിന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ പട്ടസുഖത്തിന് വേണ്ടിയിട്ട് 1 മാസം സമയം കിട്ടി. അതിനുശേഷം പിന്നെ ജർമ്മൻ പഠിക്കുമായിരുന്നു. ഒരു ഡിസംബറിൽ പട്ടം കിട്ടി, ഫെബ്രുവരി തുടങ്ങിയിട്ട് ജർമ്മൻ പഠിച്ചതിന് ശേഷം ഒരു ഒക്ടോബറിലാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത്രയും നാൾ പിന്നെ ഇവിടെ ജർമ്മൻ പ്രോവിൻസിനാണേലും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഞങ്ങളന്ന് ഞാനത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജർമ്മൻ പ്രോവിൻസിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ജർമ്മനിക്ക് വരുമ്പോൾ. ഇന്ത്യയിലെ പ്രോവിൻസ് 2007 ഇന്ത്യയിൽ പ്രോവിൻസ് ആയത്. ഞാൻ 2004 വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാഷ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ജോലിയിൽ കയറാൻ എന്നുള്ളത് ജർമ്മൻ പ്രോവിൻസിൻ്റെ ഒരു നയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വർഷം കംപ്ലീറ്റ് വെറുതെ ഭാഷാ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പല സ്കൂളുകളിൽ ഭാഷ പഠിച്ചു. പിന്നെ മൈൻസ് ആശ്രമത്തിൽ വന്നത് കാരണം കൊണ്ട് മൈൻസ് രൂപതയിൽ അന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയും, കാരണം ആശ്രമത്തിൽ നിന്ന് ജോലി ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു പോളിസി ആയിരുന്നതുകൊണ്ടും അങ്ങനെ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ 2006 തുടങ്ങിയിട്ട് മൈൻസിൽ രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ട്. 2006 ആദ്യം ഞാൻ ഇവിടെ മൈൻസ് ടൗണിൻ്റെ യൂത്ത് പാസ്റ്ററായിട്ടാണ് തുടങ്ങിയത്. ഒരു 3 വർഷം ഞാൻ യൂത്ത് പാസ്റ്ററായിരുന്നു. അത് പക്ഷേ ഒരു ഫുള്ള് ജോലി, നമുക്ക് നാട്ടിൽ അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇവിടെ നമുക്കൊരു ഹാഫ് ജോലി, 3/4% ജോലി, അല്ലെങ്കിൽ ഫുള്ള് ജോലി എന്നൊക്കെ പറഞ്ഞ് തിരിക്കും. അപ്പോൾ എൻ്റെ ഈ മൈൻസ് രൂപതയുടെ യൂത്ത് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഹാഫായിട്ടുള്ള ഒരു പകുതി ജോലിയായിരുന്നു. ബാക്കി പകുതി എനിക്കൊരു സ്കൂളിൽ ആയിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ്. നമുക്ക് സ്കൂൾ പാസ്റ്റർ എന്നുള്ള രീതിയിൽ. അത് പക്ഷേ നമ്മൾ 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്ന് 2 വർഷം ജർമ്മനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാപരമായിട്ടും പിള്ളേരെ മനസ്സിലാക്കുന്ന കൾച്ചർപരമായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ സമയമായിരുന്നു യൂത്ത് പാസ്റ്ററും സ്കൂൾ പാസ്റ്ററും കൂടെ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഒരുമിച്ച് ജോലി ഞാൻ വന്നിട്ട് 2 വർഷം ആയുള്ളൂ. ആ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി 12-1 മണി വരെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്തിട്ട് 2-3 മണിക്കൂർ കിടന്നിട്ട് വീണ്ടും 4 മണിക്ക് എണീറ്റ്. കാരണം ഒരു എന്നാ പറയുക, 1 അവർ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമായിരുന്നു. പിതാവ് അത് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്കും കൂടി ഒരുപാട് പ്രയോജനപ്പെടുമായിരിക്കും. കാരണം സ്കൂളിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഓർത്തിട്ടുണ്ട് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് എത്ര മണിക്കൂർ ഒരുങ്ങണമെന്നുള്ളത് കുട്ടികളെ. അപ്പോൾ എനിക്കന്ന് 2-3 മണിക്കൂർ ക്ലാസ് എടുക്കണമായിരുന്നു. അപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ എൻ്റെ ഫോർമേഷനും, നമുക്കിവിടെ വന്നാൽ അറിയാം മൈൻസ് രൂപതയിൽ 6-7 വർഷം വരെ പാസ്റ്ററൽ ഫോർമേഷനാണ്. ഈ ഫോർമേഷൻ അതിൻ്റെ കൂടെ പകുതി യൂത്ത് പാസ്റ്റർ, അത് പുതിയ മേഖല നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, പിന്നെ സ്കൂൾ പാസ്റ്റർ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകുള്ളൂ. അത്രയ്ക്ക് ജോലി ഭാരം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉറക്കക്ഷീണം എല്ലാം കൂടെ വന്നിട്ടേ. എന്നിട്ട് മൈൻസ് രൂപതയിൽ അന്നൊരു നല്ല കാര്യമായിരുന്നു. അന്നത്തെ ഇവിടുത്തെ ഓക്സിലിയറി ബിഷപ്പായിരുന്നു ഞങ്ങളുടെ ചുമതലയുള്ള ആൾ. പുള്ളിക്കാരൻ അത് എങ്ങനെയോ മനസ്സിലായിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നീ സ്കൂൾ പാസ്റ്റർ എന്നുള്ള പരിപാടി വിട്ടിട്ട് തൽക്കാലം വേറെ ഏതെങ്കിലും പള്ളിയിൽ പകുതി ജോലി കൊണ്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ പകുതി ജോലി കൊണ്ട് ജോലി ചെയ്തു. 3 വർഷം ഞാൻ യൂത്ത് പാസ്റ്ററും ഇവിടെ മൈൻസിൻ്റെ ഏരിയയിലുള്ള പള്ളിയിലുള്ള ജോലിയായിട്ട് അങ്ങനെ. അതിനുശേഷം നമുക്ക് വളരെയേറെ ട്രഡീഷണൽ ആയിട്ടുള്ള 15-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു കർമ്മലീത്ത ആശ്രമമുണ്ട്, ഹിർഷോൺ എന്ന് പറഞ്ഞിട്ട്, ഹൈഡൽബർഗ് അടുത്താണത്. അപ്പോൾ അവിടുത്തെ ആ ആശ്രമത്തിൽ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഒരു അവസരം മൈൻസ് രൂപത തന്നു. എന്നിട്ട് അവിടുത്തെ ആ പള്ളിയുടെ ചുമതല നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ വികാരിയായിട്ട് പോയി 2009. അതിനുശേഷം 2022 വരെ ഞാൻ അവിടെ വികാരിയായിരുന്നു.
അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ഫൊറോന, ഇവിടെ ഡെക്കനാത്ത് എന്ന് പറയും. അപ്പോൾ ഫൊറോന നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൊറോന വികാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപത അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഫൊറോന വികാരി. ഇവിടത്തെ രീതി അനുസരിച്ച് ഒരു ഫൊറോനയിൽ ഉള്ള അച്ഛന്മാരെ എല്ലാം കൂടി എന്നാ പറഞ്ഞ ഒരു പാസ്റ്ററൽ, നമ്മുടെ അച്ഛന്മാർ മാത്രമല്ല, മറിച്ച് പാസ്റ്ററൽ കൗൺസിലുള്ളവരും പിന്നെ ബാക്കിയുള്ളവരും എല്ലാം കൂടി തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു ഫൊറോന വികാരി എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ ആ ഫൊറോനയിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എന്നാ പറഞ്ഞ ഫൊറോന വികാരിയുണ്ട്, പുള്ളിയുടെ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഞാൻ അസിസ്റ്റന്റായിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ അവസാന നാളായപ്പോഴേക്കും ഫൊറോന വികാരിയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ ഞാൻ മൈൻസ് രൂപതേനെ അറിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു യൂത്ത് ഏരിയയിൽ പ്രവർത്തിച്ചു, സ്കൂളിൻ്റെ ഏരിയയിൽ ഒത്തിരി നല്ല വിജയം അല്ലെങ്കിലും പ്രവർത്തിച്ചു, പിന്നെ വികാരിയായിട്ട് പ്രവർത്തിച്ചു, പിന്നെ ഫൊറോന വികാരിയായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ഈ ഫൊറോനകൾ ഇവിടെ നമ്മളൊരു സ്ട്രക്ചറൽ ചേഞ്ച് ഇപ്പം മൈൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലസ്റ്ററിങ്ങും പുതിയ ഇടവുകൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്ത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഫൊറോന ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് മൈൻസ് രൂപത എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഈ വിക്കർ ഫോർ ക്ലർജി എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ 3 വർഷം 2022 തുടങ്ങിയിട്ട് ഇത്രയും നാൾ ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന മൈൻസ് രൂപതേനെ അങ്ങനെ എനിക്ക് ഒരുവിധം അറിയാം, നന്നായിട്ട് അറിയാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പം ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബിഷപ്പ് എന്നുള്ള തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് വേറെ ആണെങ്കിലും രൂപതേനെ അറിയാവുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് വലിയൊരു ടെൻഷൻ ആ രീതിയിൽ തോന്നിയില്ല. അതുപോലെ തന്നെ സെമിനാരിയിൽ ഫോർമേഷൻ പ്രീഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക ഉണ്ടായിരുന്നു, അതിലും ജോലി ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് ആ രീതിയിലുള്ള ഒരു ടെൻഷൻ വന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കർമ്മലീത്ത അച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ബിഷപ്പ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണമില്ല ജീവിതത്തിൽ. ഇപ്പം ഇന്ത്യൻ ഓക്കാം സഭയെ സംബന്ധിച്ചിടത്തോളം ആരും ചിന്തിക്കുന്നുണ്ടാവില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെയും ബിഷപ്പ് ആവുമെന്ന്. അപ്പോൾ അതൊരു പുതിയ എന്നാ പറഞ്ഞ ഒരു തലമായി പോയി എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി എങ്ങനെ, കാരണം ജീവിതത്തിന് പിന്നെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പല ഓപ്ഷനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10 വർഷം ജോലി ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം. ലോകത്തിൽ വേറെ ഏത് ഭാഗത്ത്, ഞങ്ങൾ കർമ്മലീത്ത സഭ വളരെ പഴയ ഇന്റർനാഷണൽ ആയത് കാരണം കൊണ്ട് വളരെ പഴയ ഒരു കോൺഗ്രിഗേഷൻ കൂടിയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്യാം. കോൺഗ്രിഗേഷൻ അല്ല, നിങ്ങളൊരു ഓർഡറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കംപ്ലീറ്റ് ഒരു സ്വാതന്ത്ര്യം ഇതോടുകൂടി പോയല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതായിട്ട്. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സഫേന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അത് പോയല്ലോ എന്നുള്ളതായിരുന്നു എനിക്ക് പൊരുത്തപ്പെടാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത്. പക്ഷേ മൈൻസ് രൂപതയായതുകൊണ്ട്, മൈൻസ് രൂപതനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടും എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴും തോന്നണില്ല. തീർച്ചയായിട്ടും വലിയ സന്തോഷം. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഈ കാർമലൈറ്റ് ഓർഡറിൽ നിന്ന് ഒരുപാട് കാർമലൈറ്റ്സ് ആഗോള സഭയിൽ ബിഷപ്സ് ഉണ്ട്. ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരെയും ഒരുപാട് വലിയ പ്രഗത്ഭരെയും എല്ലാം സംഭാവന ചെയ്ത ഒരു ഓർഡർ കൂടിയാണ് കാർമലൈറ്റ് ഓർഡർ. അപ്പോൾ ആ ഓർഡറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായും വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ആണ് ഇപ്പോൾ പിതാവും പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഇവിടെ ഈ ജർമ്മനിയിൽ ജോലി ചെയ്യുമ്പോഴുള്ള വലിയൊരു പ്രത്യേകത, കുറേ കാലമായിട്ട് ഞാനും കാണുന്നൊരു കാര്യമാണ്, മാധ്യമങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ സഭയുടെ മേൽ പതിയുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അത് ഒരുപക്ഷെ ഈ മീഡിയ ആക്ടിവിസം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നായിരിക്കും ജർമ്മനി. വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രസ്സാണ്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു പ്രശ്നമുണ്ടായാൽ പോലും അതെല്ലാം എപ്പോഴും വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ദാറ്റ് മീൻസ് യു ആർ ഓൾവേസ് അണ്ടർ സ്പോട്ട് ലൈറ്റ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ആകുലതയോ ഒരു ഉത്കണ്ഠയോ പിതാവിന് തരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് സഭയുടെ മേലുള്ള ക്രിറ്റിസിസം. തീർച്ചയായിട്ടും മറ്റ് എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സഭയിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഇവിടുത്തെ മീഡിയയ്ക്കുണ്ട്. അപ്പോൾ മൈൻസിലെ ബിഷപ്പായിട്ട് വരുന്ന സമയത്ത്, പിതാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനുശേഷം നടത്തിയ ആ പത്രസമ്മേളനത്തിൽ ഞാനും അന്ന് പങ്കെടുത്തിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മീഡിയക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. വളരെ കാര്യമായിട്ട് അവരെ വലിയ സന്തോഷത്തോടും വലിയ പ്രതീക്ഷയോടും കൂടിയാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ പിതാവായ പീറ്റർ കോൺഗ്രാഫ് പിതാവിനെ അവതരിപ്പിക്കുകയും പിതാവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ
മീഡിയ ആദ്യം തരുന്ന ഈ ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ അവർ വലിയ ആഘോഷത്തോടെ എഴുതുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിൽ പോലും എപ്പോഴും നമ്മൾ ഈ അണ്ടർ സ്പോട്ട്ലൈറ്റ് എന്നുള്ള ആ ഒരു ഫീലിംഗ് പിതാവിന് ഇപ്പം അങ്ങനെ ഒരു ഇത് ഉത്കണ്ഠയായിട്ടോ ഇല്ല തോന്നുന്നുണ്ടോ? അതെയോ? ശരിയാണ് പറയുന്നത്. മീഡിയയ്ക്ക് എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ജർമ്മനി അടച്ച് ഇപ്പം ഞാൻ പറയാം, ഇവിടുത്തെ ബിൽഡ് സൈറ്റുങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ സെക്കുലറായിട്ട് ഒത്തിരി സഫേനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു പത്രമാണ്. എന്ത് ചെറിയ കാര്യം ഉണ്ടായാലും അത് നമ്മൾ എന്നാ പറയുന്നത് ഏറ്റവും മോശമായിട്ട് എഴുതുന്ന ഒരു പത്രമാണ്. അപ്പോൾ ബിൽഡ് സൈറ്റുങ് സാറിന് ഇതിലൊരു ഓക്സിലിയറി ബിഷപ്പിനെ എവിടെയെങ്കിലും നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഇൻ്റർവ്യൂ ഒന്നും ചോദിക്കാറില്ല. ഇതിപ്പോൾ ബിൽഡ് സൈറ്റും എന്നോട് ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അത്രയ്ക്ക് ഒരു മീഡിയ അറ്റൻഷൻ ഇപ്പോൾ എൻ്റെ ഈ പ്രഖ്യാപനം കിട്ടി. പക്ഷെ നമുക്കൊരു എനിക്ക് തോന്നുന്ന ഒരു പേടി എനിക്ക് അങ്ങനെയില്ല. പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്നാ പറയുന്നത് ഒതൻറ്റിക് ആയിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങേയറ്റത്ത് എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. അതെൻ്റെ ഒരു ശൈലിയല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞു ഞാനൊരു വലിയൊരു ദൈവശാസ്ത്രജ്ഞനല്ല, 5 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കാറില്ല. അത് പിതാവ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം എന്നാ പറഞ്ഞത് നമ്മുടെ പ്രസംഗങ്ങളിലൊന്നും ഇതുവരെ ആരും അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞു വന്ന നല്ല പ്രസംഗം പ്രസംഗിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് അങ്ങനത്തെ ഒരു ദൈവശാസ്ത്രപരമായിട്ട് എനിക്ക് എൻ്റെ പൊസിഷനുണ്ട്. ക്രിട്ടിക്കലായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമോ അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയ്ക്ക് നമ്മൾ എന്നാ പറഞ്ഞ ഒരു ടാബുല റാസയാണ് ഞാൻ. തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തിരി നമുക്ക് പത്രക്കാരെ ഇൻ്റർവ്യൂവും സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിർഷോണിലായിരുന്നപ്പോൾ എന്ത് സഫയുടെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പത്രക്കാർ വിളിക്കുമായിരുന്നു. അപ്പോൾ പത്രക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ അറിയാൻ പാടില്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ സംസാരിക്കാറുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. പിന്നെ ഇപ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഫേനെ മൊത്തത്തിൽ, അതായത് ആഗോള സഭയ്ക്കുള്ള പ്രശ്നമാണ്. പക്ഷേ ജർമ്മൻ സഭയിലും ഒത്തിരി പ്രശ്നങ്ങൾ, അതായത് അധികാരത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മളറിയാം ഈ അബ്യൂസിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ജർമ്മൻ സഭയിൽ ഒത്തിരി ആയിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് ഉള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. അപ്പം ഇതിനെക്കുറിച്ച് ഉള്ള സംസാരവും ചോദ്യങ്ങളും എന്തായാലും എനിക്കും ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ നമ്മളിതൊരു എന്നാ പറഞ്ഞ ഒരു ആഗോള സഭയുടെ ഭാഗമാണ്. ഇപ്പം മൈൻസ് രൂപതയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്യൂസിൻ്റെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരച്ഛനെ അല്ലെങ്കിൽ അച്ഛന്മാർ മാത്രമല്ല, അബ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും അച്ഛന്മാരെ കുറിച്ച് ഇത് വലിയ ഓർഗനൈസേഷനായിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, അച്ഛന്മാരല്ലാതെ പാസ്റ്ററൽ വർക്കേഴ്സ് ഉണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള കാരണം അബ്യൂസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അത് ഞങ്ങൾക്ക് അതിനെ മൂടി വെക്കേണ്ട കാര്യമില്ല. അബ്യൂസിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻ മൈൻസ് രൂപത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ വേറെ ഒരിടത്തും ഉണ്ടാവില്ല. ഇപ്പോൾ മൈൻസിലും പിന്നെ ലിംബർഗ് രൂപതയിലും വന്നിട്ടുണ്ട്. ഒരു വികാരി ജനറാളിൻ്റെ അത്രയും പദവിയിൽ വികാരി ജനറാൾ എന്നുള്ള പദവി 2 പേര് വീതിച്ചാണ് എടുക്കുന്നത്. ഒരാളൊരു പാസ്റ്ററൽ വർക്ക്, ഒരു സ്ത്രീയാണ് വികാരി ജനറാൾ. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ജർമ്മൻ രൂപതകളിൽ എല്ലായിടത്തും ഒത്തിരി പാസ്റ്ററൽ വർക്കേഴ്സ് സ്ത്രീകളുണ്ട്. പിന്നെ അൾത്താര താഴെ തലത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അൾത്താര ബാലികമാര് എനിക്കറിയില്ല നാട്ടിലുണ്ടോന്ന്. നാട്ടിലിപ്പോൾ കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഇല്ല, കൂടുതലും നഗരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് എറണാകുളം ഡയസിലോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കോട്ടയം, തൃശ്ശൂർ അങ്ങനെയുള്ള വലിയ നഗരങ്ങളിലുണ്ട്. പക്ഷേ ഇപ്പോഴും പല ഡയസുകളും ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ഇവിടെ 70കളിൽ തുടങ്ങിയിട്ടേ ഉള്ളതാണ്. അൾത്താര ബാലികമാർ, അല്ലെങ്കിൽ എന്താ പറയുക വോളണ്ടിയേഴ്സായിട്ട് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവർ, പിന്നെ പാസ്റ്ററൽ വർക്കേഴ്സ്, നമ്മളിപ്പോൾ കമാൻഡർ റെഫറൻറ്റ്, പാസ്റ്ററൽ റെഫറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കുന്ന സ്ഥലമാണെങ്കിലും എന്നാ പറഞ്ഞപ്പോൾ അച്ഛന്മാരുമായിട്ടുള്ള തുല്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ വികാരി ജനറാളിൻ്റെ ഇതായിട്ട് വരുമ്പോൾ ഒരു തുല്യതയുള്ള ഒരു പോസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്ത സ്ത്രീകൾക്ക് കൊടുക്കാൻ തയ്യാറായി. പിന്നെ ആഗോള സഭയുടെയാണ് നമ്മൾ പട്ടം കൊടുക്കുക എന്നുള്ള ഒരു ആഗോള സഭയുടെ തീരുമാനമാണ്. അപ്പോൾ അത് ഇപ്പം ജർമ്മനിൽ ഒരിടത്തില്ല, നമ്മൾ ആഗോള സഭയുടെ ഒപ്പം ആയിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടും പറ്റുന്ന രീതിയിലും ഉള്ള ഉത്തരങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു മീഡിയേനെ ഒരു പേടിയില്ല.
പക്ഷേ ഈ ചോദ്യങ്ങൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ജർമ്മനി പറയുമ്പോൾ ഉണ്ണൻകനെ എന്ന് പറയും. അങ്ങനെ അതെ. ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴും നമുക്ക് പിന്നെന്താ നമ്മൾ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു നമ്മൾ സുഖമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് അപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളായിരിക്കും. അലോസരപ്പെടുത്തുന്ന അതെ. ചോദ്യമായിരിക്കും. പക്ഷേ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണല്ലോ മീഡിയയുടെ എപ്പോഴും ഉള്ളൊരു രീതി. മീഡിയ അത് ചോദിച്ചുകൊണ്ടിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളതിനകത്ത് നമ്മൾ വളരെ കമ്പോസ്റ്റായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അത് വളരെ തന്മയത്വത്തോടു കൂടി വളരെ പക്വതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ പിതാവിന് തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്ത സമയത്ത് അച്ഛന്മാർക്ക് വളരെ തൃപ്തിയായിരുന്നു പിതാവ് ആ 3 വർഷം ജോലി ചെയ്തത്. ഒരുപക്ഷെ അതൊക്കെ ഈ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ പിതാവിനെ നയിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനൊക്കെ ഒരു പ്രേരണ ആയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ജർമ്മനിയിൽ നമ്മളിപ്പോൾ ജർമ്മൻ സൊസൈറ്റീനെ എടുക്കുകയാണെങ്കിൽ ഒരു 25 തൊട്ട് 30% ഇപ്പോൾ വിദേശികളാണ്. ജർമ്മൻ ഭാഷ മാതൃഭാഷ അല്ലാത്തവർ. അതാണ് നമ്മൾ വിദേശി എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ. വാക്ക് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. അതെ, അങ്ങനെ മാതൃഭാഷ അല്ലാത്തവരാണ്. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന വൈദികരും ഒരു 25% തൊട്ട് 30% വരെ ഓരോ രൂപതയിലും വ്യത്യാസമുണ്ട്. ജർമ്മൻ ഭാഷ മാതൃഭാഷ അല്ലാത്ത പുരോഹിതരാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മൈൻസ് രൂപതയുടെ ബിഷപ്പിനൊരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വിദേശത്തു നിന്നുള്ള ഒരാൾ, എന്നാൽ മൈൻസ് രൂപതനെ അറിയുന്ന ഒരാൾ ഒരു ഓക്സിലിയറി ആയിട്ട് വരിക എന്നുള്ളത്. അത് ശരി, അത് പിതാവിൻ്റെ വലിയൊരു ആഗ്രഹം കൂടെയായിരുന്നു. പിതാവിൻ്റെ വലിയൊരു ആഗ്രഹവും കൂടെയായിരുന്നു. പിതാവിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ മീറ്റിങ്ങുകളിൽ ഇവിടുത്തെ എനിക്ക് മുൻഗാമിയായിട്ടുണ്ടായിരുന്ന ആൾ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം പിതാവ് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ഒരു പ്രൊഫൈൽ വേണം, ആരായിരിക്കണം പുതിയ ഓക്സിലിയറി, അതിൻ്റെ പ്രൊഫൈൽ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പാസ്റ്ററലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾ. പിന്നെ രണ്ടാമത്, മനുഷ്യരോട് അനുകമ്പയോടുകൂടി പെരുമാറുന്ന ഒരാൾ. മൂന്നാമത്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്രയും പേരുള്ളതുകൊണ്ട് അത് ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് വന്ന സജഷനാണ്, ഒരു ഈ പറഞ്ഞ പോലെ ജർമ്മൻ ഭാഷ മാതൃഭാഷ അല്ലാത്ത വിദേശത്തു നിന്ന് വന്ന ഒരാൾ. അപ്പൊ അങ്ങനെ അത് രൂപതയുടെ തന്നെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അത് ഞാൻ പിതാവിനെ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഞാനൊരു ദൈവശാസ്ത്രജ്ഞനല്ല, വലിയ ദൈവശാസ്ത്രജ്ഞനല്ല, ഒരുപാട് പ്രസംഗിക്കാറുമില്ല. ഈ അമേരിക്കൻ ചിന്തകനായ എമേഴ്സൺ, റാൽഫ് വാൾഡോ എമേഴ്സൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, വാട്ട് യു ആർ സൗണ്ട്സ് ലൗഡർ ഇൻ മൈ ഇയേഴ്സ് ദാൻ വാട്ട് യു സ്പീക്ക്. അതെ, അപ്പോൾ ആളാരാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതൽ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന മാതൃകകളാണല്ലോ ഇവർ നോക്കുന്നത്, അല്ലാതെ പ്രസംഗങ്ങളെക്കാൾ കൂടുതലും അതാണ് അവർ നോക്കുന്നത്. ഒരുപക്ഷെ ഈ അച്ഛന്മാരോടൊക്കെ ഇടപെടുന്ന സമയത്ത് അച്ഛൻ നല്ലൊരു ലിസണറാണ്. അപ്പോൾ അത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛൻ ബിഷപ്പായിട്ട് വന്നാൽ ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളതും കൂടെ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പിതാവ് ഒരു ആപ്തവാക്യമായിട്ട് എന്താണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുക? അങ്ങനെ ആപ്തവാക്യം എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പ്രഖ്യാപനത്തിന് സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു. ഡൂറിഷ് ഫെർട്രൗവൻ ഗിഫ്യൂട്ട് ഗൈഡഡ് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ നയിക്കപ്പെട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് എടുക്കാനുള്ള കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ അല്ലെ പ്രതീക്ഷയിലോ ഉണ്ടായിരുന്ന കാര്യമല്ല. അപ്പോൾ ജെറമിയ 20-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിൽ വായിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നില്ല, ഒരർത്ഥം. അതായത് നീ എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, അങ്ങനെയാണ് നമ്മൾ POC ബൈബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നത്. പക്ഷെ നമ്മൾ ജർമ്മനി പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ദു ഹാസ് മിഷ് ഫെർഫ്യൂർട്ട്, ഇഷ് ഹാവ് മിഷ് ഫെർഫ്യൂറൻ ലാസൻ. ഫെർഫ്യൂറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ള ഒരു വഴി തെറ്റിക്കലല്ല. ഇപ്പം ജെറമിയനെ പ്രവാചകനായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നെ വഴി തെറ്റിച്ചു എന്നാണ് ജെറമിയ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എന്നെ വഴി തെറ്റിക്കാനായിട്ട് അനുവദിച്ചു എന്ന്. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോകുന്നത് ഒത്തിരി. ഇപ്പം എൻ്റെ ജീവിതം അന്നിപ്പോൾ ജർമ്മനിക്ക് പോരാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷേ ജർമ്മനിക്ക് പോകുന്നു നമ്മൾ ചേരുമ്പോൾ, സെമിനാരി ചേരുമ്പോൾ വിചാരിക്കുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ചെയ്ത പൊസിഷനുകളും അല്ലെങ്കിൽ ചെയ്ത ജോലികളും എല്ലാം അതുപോലെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്നോട് ഈ ഒരു ചോദ്യം നോൺഷിയോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടല്ല അങ്ങനെ ആവണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടല്ല അങ്ങനെ ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഇതാണ്. അപ്പം നീ എന്നെ വഴിതെറ്റിച്ചു, പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പം
പറയുന്നു, യെസ് പറയുന്നു. അതായത് ഞാൻ വഴി തെറ്റിക്കാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് എൻ്റെ ഒരു തീരുമാനം അല്ലാത്തത് കൊണ്ടും മറിച്ച് ദൈവഹിതമായിട്ട് ഞാൻ അതിനെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പ്രത്യാശയുണ്ടെങ്കിലേ പറ്റുള്ളൂ. വിശ്വാസവും പ്രത്യാശയോടും കൂടി പോയാലേ തീർച്ചയായിട്ടും ദൈവമാണ് എന്നെ നയിക്കുന്നതെന്നുള്ള. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് സങ്കീർത്തനം 37:5 എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഞാൻ അത് എൻ്റെ ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഗൈഡഡ് ത്രൂ ഫെയ്ത്ത്, പ്രത്യാശയാൽ നയിക്കപ്പെട്ട് എന്നാണ് എൻ്റെ ആപ്തവാക്യം. അപ്പോൾ ദൈവാശ്രയത്തിൽ അടിയുറച്ചുകൊണ്ട് ഇങ്ങനെയൊരു ആപ്തവാക്യം കൂടി പിതാവ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവാശ്രയം എന്നും പിതാവിന് ദൈവം എന്നും താങ്ങും തണലുമായിട്ടുണ്ടാകട്ടെ. ഏത് വഴിയിലൂടെ നടക്കുമ്പോഴും എപ്പോഴും വഴി നടത്താൻ ഒരു കൈ പിടിക്കാനായി അല്ലെങ്കിൽ എന്താ മൂന്നാമത്തെ കാലായി എപ്പോഴും ദൈവം കൂടെ ഉണ്ടാകട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇനി കുറച്ച് പേഴ്സണലായ കാര്യങ്ങളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ, പിതാവ് സെമിനാരിയിൽ പഠിച്ചതെല്ലാം നാട്ടിലാണല്ലോ, കേരളത്തിലാണല്ലോ പഠിച്ചത്. കേരളത്തിലും പിന്നെ ബാംഗ്ലൂരാണ് ഫിലോസഫി തൃശ്ശൂരും ധർമാരാമിൽ ബാംഗ്ലൂർ ധർമാരാമിൽ. അപ്പോൾ അന്ന് ഈ സെമിനാരിയിൽ ചേരാനുള്ള ദൈവവിളി അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. കാരണം ഇന്നിപ്പോൾ ദൈവവിളികൾ എല്ലായിടത്തും, ജർമ്മനിയിലും വളരെ കുറഞ്ഞിട്ടുണ്ട് ദൈവവിളി, നമ്മുടെ കേരളത്തിലും എല്ലാം ദൈവവിളി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിതാവ് അംഗമായിട്ടുള്ള കോൺഗ്രിഗേഷനിലും ഇപ്പോൾ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും പൊതുവെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കുറവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരോഹിത്യ ദൈവവിളി കുറേയൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ പിതാവിന് ദൈവവിളിയിലേക്ക് നയിച്ച ആ സാഹചര്യങ്ങൾ, അച്ഛനാവാനുള്ളൊരു ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നതാണോ? അച്ഛനാവുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ? അപ്പോഴേക്കും ജർമ്മനിക്കാണെന്നുള്ള ഒരു പട്ടത്തിന് മുമ്പ് തന്നെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അന്നത്തെ വ്യക്തിപരമായ പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ? പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമൊന്നും എനിക്ക് പറയാനില്ല ദൈവത്തിനെ കുറിച്ച്. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ അന്ന് നമുക്ക് നാട്ടിൽ കർമ്മലീത്തനാവണമെന്ന് ആരും ആഗ്രഹിക്കണില്ല. നമ്മുടെ നാട്ടിൽ അച്ഛനാവുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു കസിൻ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോർജ് പട്ടക്കൽ എന്ന് പറഞ്ഞ് കോതമംഗലം രൂപതയിലെ തന്നെ അച്ഛനാണ്. പിന്നെ എൻ്റെ ചേട്ടൻ, ഞാൻ പറഞ്ഞ പോലെ ചേട്ടനും കസിനും അച്ഛനാണ്. അവർ രണ്ടുപേരും, എൻ്റെ കസിൻ ഇടുക്കിയിലായിരുന്നു വീടന്ന്. അപ്പോൾ അന്ന് ചെറുപ്രായത്തിൽ ഒത്തിരി നടന്നു പോയി സ്കൂളിൽ പോകേണ്ടുള്ള കാരണം കൊണ്ട് അന്ന് വന്ന ഒത്തിരി പേരങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ മീൻകുന്നത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കഷ്ടി 1 കിലോമീറ്റർ നടന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് പുള്ളി വീട്ടിൽ നിന്നിട്ടാണ് ചെറുപ്പത്തിൽ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഞാൻ 3 ആൺപിള്ളേരാണ് വീട്ടിൽ. പുള്ളി എൻ്റെ കസിനോട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ 4 ആൺപിള്ളേരായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും, ഇത് ജെയ്സൺ ചേട്ടായി എൻ്റെ കസിനാണ്. കുറച്ച് പേഴ്സണലായ ഒരു കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. പിതാവിൻ്റെ ദൈവവിളിയെക്കുറിച്ച് തന്നെയാണ്. പിതാവ് ആദ്യം പറഞ്ഞല്ലോ, അച്ഛനായത് ഇവിടെ അച്ഛനാവുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ട് ജർമ്മനിക്ക് പോരാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അതിന് പഠനങ്ങളെല്ലാം കേരളത്തിലാണ് നടത്തിയത്. അപ്പോൾ കേരളത്തിൽ മൈനർ സെമിനാരി പഠിച്ച്, കോതമംഗലത്ത് മൈനർ സെമിനാരി പഠിച്ചതിന് ശേഷം ഫിലോസഫിയും തിയോളജിയൊക്കെ ഇന്ത്യയിലാണല്ലോ പഠിച്ചത് അല്ലേ? ഫിലോസഫി പഠിച്ചത് തൃശ്ശൂർ കപ്പുച്ചിൻസിൻ്റെ അടുത്ത്, തിയോളജി പഠിച്ചത് ബാംഗ്ലൂർ ധർമാരാമിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുവാണ് ചെയ്തത്. അപ്പം നാട്ടിൽ ഒരു പിതാവിൻ്റെ ആ ദൈവവിളിയുടെ പശ്ചാത്തലം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാവുക. ആ സമയത്ത് ഒരു അച്ഛനാകാനുള്ള ആഗ്രഹം ഇങ്ങനെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? അതിനുശേഷം ഫിലോസഫി തിയോളജി കാലത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക ദൈവാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായതുപോലെ പങ്കുവയ്ക്കാൻ പറ്റുന്നതുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു പ്രത്യേക ദൈവാനുഭവം ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ദൈവം നമ്മളെ ഫുള്ള് നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ. അങ്ങനെ ദൈവവിളിയും ഒരു ദൈവാനുഭവത്തിൽ നിന്നുണ്ടായ ദൈവവിളിയല്ല എൻ്റെ. എനിക്ക് ചെറുപ്പം തുടങ്ങി അച്ഛനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ആൺമക്കളാണ് വീട്ടിൽ. അതിനോടൊപ്പം തന്നെ വീട്ടിലൊരു കസിനും ഉണ്ടായിരുന്നു. കസിൻ്റെ എന്ന് വെച്ചാൽ ചാച്ചൻ്റെ പെങ്ങളുടെ മകൻ ഇടുക്കിയിലായിരുന്നു അന്ന് അവരുടെ വീട്, ഹൈ റേഞ്ചിൽ. അപ്പോൾ അന്ന് സ്കൂളൊക്കെ ഒത്തിരി അകലെ ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നിട്ടാണ് സ്കൂളിൽ പോയത്. ഞങ്ങളുടെ അടുത്ത് മീൻകുന്നത്തുനിന്ന് പോയാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 4 ആൺപിള്ളേരായിട്ടാണ് വീട്ടിൽ വളർന്നു വന്നത്. എൻ്റെ എന്താണോ എല്ലാവർക്കും ഒരു 2 അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേണ്ട 3 പേര് അച്ഛന്മാരായിന്ന് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം കോതമംഗലം രൂപതയിൽ അന്ന്, കാരണം നമുക്ക് വേറെ ഒത്തിരി സഫേനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു അറിവില്ല. ഇപ്പം കർമ്മലീത്താവണം എന്ന് വിചാരിച്ചല്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അച്ഛനാവുക എന്നുള്ളതാണല്ലോ അന്ന്. അത് തന്നെ. അങ്ങനെ അദ്ദേഹം കോതമംഗലം രൂപതയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ദൈവവിളികൾ വരുന്ന സമയമായതുകൊണ്ട് അന്ന് അവിടെ അവസരമില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നിയോണ്ടായിരിക്കണം ഈ കോതമംഗലത്ത് കറുകടത്തന്ന് ഞങ്ങളുടെ കർമ്മലീത്ത സഭയുടെ മൈനർ സെമിനാരി ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കുന്നുള്ള ഒരു
ഇത് കോതമംഗലത്ത് നിന്ന് കിട്ടി. അപ്പോൾ അവിടെ ചോദിച്ചു, അദ്ദേഹം അവിടെ ചേർന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ 1 വർഷം ജൂനിയറാണ് എൻ്റെ കസിനേക്കാളും. അദ്ദേഹവും അവിടെ തന്നെ, കാരണം നമ്മൾ അന്നേരം കർമ്മലത്തെ സഫേനെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നു, അവിടുത്തെ അച്ഛന്മാർ നമ്മളെ വീട്ടിൽ വരുന്നു. പിന്നെ ഈ ചേട്ടൻ മിക്കവാറും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ വന്ന് എൻ്റെ ചേട്ടനോട് ചേർന്നു. എൻ്റെ ചേട്ടനോട് ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്കും അച്ഛനാവാനാണ് ആഗ്രഹം എന്ന് കേട്ടോട് കൂടിയിട്ട് പിന്നെ എന്നെ പറഞ്ഞ സഫേന്ന് അവർ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടന് ഒരാഴ്ചത്തെ അവധി കൊടുത്ത് പറഞ്ഞു വിട്ടു. ശരിക്കും അത് നടന്ന കാര്യമാണ്. ചേട്ടനും അച്ഛനും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 4.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം 4 വർഷത്തെ ഡിഫറൻസിലാണ് ഞങ്ങൾ. പുള്ളിക്കാരൻ ഒരാഴ്ചത്തെ അവധി കൊടുത്ത് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു വന്ന വൊക്കേഷൻ ക്യാമ്പിനൊക്കെ ആയിട്ട്. അപ്പോൾ അതായത് ഞാൻ പിന്നെ വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ സഫയെ ചേർന്നിട്ടാണ് നമ്മൾ സഫേനെ പരിചയപ്പെടുന്നത്, കൂടുതൽ അറിയുന്നതൊക്കെ. അത് തന്നെ, കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് സ്പിരിച്വാലിറ്റി മാത്രമല്ല, സഫയുടെ ആധ്യാത്മികത മാത്രമല്ല, നമ്മൾ മറിച്ച് നമ്മൾ തന്നെ പറഞ്ഞ മൈനർ സെമിനാരിൽ അന്നൊരു 40 പേരാണ് ഞാൻ സെമിനാരിൽ ചേർന്നത്. അത് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ പിന്നെ ജീവിച്ച് നമ്മുടെ വിശ്വാസം ദൈവവിളി നമുക്ക് ഒത്തിരി ഇപ്പം അതിപ്പോൾ സൂര്യനച്ഛനും അറിയായിരിക്കും, നമ്മൾ നമ്മുടെ ഒപ്പത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ചും തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ചും പിടിച്ചുമൊക്കെ അങ്ങനെയാണ് നമ്മളൊരു അവസാനം ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നെ പലപ്പോഴും കൂടുതൽ മോട്ടിവേഷൻ നമുക്ക് അവിടെ വെച്ച് കിട്ടും. അത് തന്നെ, അതെ, മോട്ടിവേഷൻ ഇപ്പോൾ അതൊരു വലിയ കാര്യമാണ്. 10-40 പേരുടെ കൂടുതൽ നമ്മൾ സെമിനാരിൽ ഇങ്ങനെ ജീവിച്ചു അത് ഒത്തിരി നമ്മുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും പോസിറ്റീവായിട്ടുള്ള വശങ്ങളും അറിയാനും ഒരു വലിയ സഹായമാണ്. നമ്മുടെ കഴിവുകൾ പലതും തിരിച്ചറിയാനും കുറവുകൾ തിരിച്ചറിയാനും എല്ലാം നമുക്ക് പറ്റുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതെ, അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കർമ്മലീത്തനായി മാറിയത്. അതിനുശേഷം പക്ഷേ നമ്മൾ ഈ തിയോളജി പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് അച്ഛന്മാരാരും IAS പഠിച്ചവരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് നമ്മളൊരു മിഷൻ എന്നുള്ള രീതിയിലാണല്ലോ ഒരു സഫാ വൈദികൻ്റെ ഒരു ചിന്ത. അപ്പോൾ IAS പഠിച്ചതിന് ശേഷം ഒരു സോഷ്യൽ സർവീസിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെ IAS ആഗ്രഹമായിട്ട് നടക്കുമ്പോഴാണ് ജർമ്മനിക്കുള്ള ചോദ്യം വന്നത്. അപ്പോൾ ജർമ്മനി നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, യൂറോപ്പിലേക്ക് പോരാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതെന്തോ ഒരു വലിയ സംഭവമാണ് അന്ന് കാലത്ത്. ഇപ്പോൾ പോലെയല്ല, ഇപ്പോൾ ഒത്തിരി പേർക്ക് ഒരു 20 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലം എൻ്റെ IAS ആഗ്രഹം മാറ്റിവെച്ചിട്ട് ജർമ്മനിയിൽ വരികയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പിന്നെ ഇവിടെയുള്ള സംഭവം നമ്മൾ അതിനു മുമ്പ് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സോഷ്യൽ സർവീസാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം സൊസൈറ്റിയെ മാറ്റാനുള്ള ശ്രമമാണല്ലോ സാധാരണ സിവിൽ സർവീസുകാരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു സർവീസാണ്, ഒരു സിവിൽ സർവീസ് ആൻഡ് എക്ലേസിയൽ സർവീസാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഇവിടെ ജർമ്മനിയിൽ ഇത്രയും വർഷം ജോലി ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയെ ഇവർ പറയുന്നില്ല ഹൗട്ട്ന എന്ന് പറഞ്ഞാൽ അത് തൊട്ടടുത്ത് നിന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ജർമ്മൻ സഭയിൽ നിന്ന് കേരളത്തിലെ സഭയ്ക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ഒരു പെട്ടെന്ന് വലിയ പറയാൻ അങ്ങനെ പിതാവ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കുറേ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ ഓർത്തു നോക്കണം. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സഭ, കേരള സഭ വളരുവാണ്. എന്നാൽ സൂര്യനച്ഛൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തളരുകയുമാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലി തേടി വിദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ദൈവവിളീനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള കത്തോലിക്കരുടെ നമ്പറിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജർമ്മനിയായിട്ട് താരതമ്യം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കേരളത്തിനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു 60 കഴിഞ്ഞവരാണ് കേരളത്തിൽ കൂടുതൽ ജീവിക്കുന്നത്. പള്ളിയിൽ വരുന്നവരുടെ എണ്ണം ഏതാണ്ട് അങ്ങനെയായിട്ട്. അത് തന്നെ. അപ്പോൾ കാരണം ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മളിപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി ജർമ്മനി ഇപ്പോൾ ഒത്തിരി ഈ പണ്ടുകാലത്ത് ഒരു വലിയ കെട്ടിടങ്ങൾ പണിതു അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കി, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയായിരുന്നു. അത് ഇപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാം, എങ്ങനെ നമുക്ക് ചുരുങ്ങാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജർമ്മനി ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും എനിക്ക് തോന്നുന്നത് ഇപ്പം നാളെ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഒരു വലിയ സമീപ ഭാവിയിൽ കേരളത്തിൻ്റെ ഒരവസ്ഥയായിരിക്കും. അപ്പം നമുക്കൊരു വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുക അല്ലെങ്കിൽ വലിയ ആഡംബര സാധനങ്ങൾ ഉണ്ടാക്കുക, അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വിട്ടിട്ട് ഇതെല്ലാം നമുക്ക് ഭാരമായിട്ട് മാറുന്ന ഒരു അവസരം കേരളത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വേറുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ.
അതാണ് ഞാൻ നോക്കിയിട്ട് ഒരു വലുതായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം ഞാൻ അബ്യൂസിൻ്റെ കാര്യം നമ്മൾ ആദ്യം സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഇവിടെയും ഒരു 40-50 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരെയൊക്കെ ഒരു മൂടി വയ്ക്കുന്ന പ്രവണതയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരായാലും സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്നെ പറഞ്ഞ തൽക്കാലം അയാളെ സ്ഥലം മാറ്റുന്നു, മൂടി വയ്ക്കുന്നു അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്നു. അതിനെക്കുറിച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ടോ എന്നുള്ളതോ നമ്മൾ ചിന്തിക്കുന്നില്ല. പലപ്പോഴും എന്നാ പറഞ്ഞത്, നമ്മൾ ആരോപണം ഉന്നയിച്ച ആളെ മൂടിക്കെട്ടുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ ആ പ്രവണതയായിരുന്നു ഇവിടെ ഒരു 30 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ അതിൽ നിന്ന് ഒത്തിരി പഠിച്ചു. അത് വളരെ വളരെ നെഗറ്റീവായിട്ട് സഭയെ ബാധിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഈ വക ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ അതിനെ നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്നാ പറഞ്ഞാൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ട് ശിക്ഷ വേണ്ടവർക്ക് ശിക്ഷ കൊടുക്കേണ്ട ഒരു അവസരമുണ്ട്. മൂടിവെപ്പ് ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യം, ഇവിടുത്തെ ജർമ്മൻ സഭയിലും നമുക്ക് ഒരു അധികാരികളുടെ അധികാരപ്രയോഗം ഒരു 10-30-40 വർഷം മുമ്പും വളരെ വലുതായിരുന്നു. ഒരു അധികാരപ്രയോഗം. അത് പക്ഷേ ആൾക്കാരുടെ ഭാഗത്തു നിന്നും പിന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നും പഠിച്ചു. അങ്ങനത്തെ ഒരു അധികാരപ്രയോഗം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. പക്ഷേ നമ്മൾ അച്ഛന്മാരാവുന്നത് അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു ഈശോയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞപ്പോൾ അധികാരികൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ അധികാരഭ്രമത്തെ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. അധികാരം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിന് ഈശോ തന്നെ നമുക്കൊരു വഴി തുറന്നു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം ജർമ്മൻ സഭ കൂടുതലും സാവകാശം ആ വഴിയിലേക്ക്, അതൊക്കെ ഒരു പ്രോസസ്സാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവവിളി എന്താണ്, നമ്മൾ മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ രീതിയാണോ, അതെയോ ഞാനൊരു അധികാരിയും അധികാരി. അപ്പം ആ അവസ്ഥ നമ്മൾ തൽക്കാലം വേറെ നാടുകളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്ന് നമുക്കത് ഒത്തിരി പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പുതിയ മെൻറ്റാലിറ്റിയിലേക്ക് ആഗോളസഭ തൽക്കാലം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ അച്ഛനായിട്ട് നാട്ടിൽ ജോലി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ പേര് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അയാൾ പറയുന്നത് റിയാലിറ്റി അല്ലല്ലോ എന്ന്. അതിനെക്കുറിച്ച് എനിക്ക് 100% പറയാൻ പറ്റില്ല. ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു റീഡിങ് വെച്ചിട്ടും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഞാൻ പറയുന്നു എന്നുള്ളൂ. പക്ഷേ അടുത്ത കാലം വരെ കേരളത്തിൽ ജോലി ചെയ്ത ഒരാൾ, പിന്നെ കൂടാതെ ഇന്ത്യയിൽ ഒരുപാട് സെമിനാരികളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പിതാവ് പറയുന്നത് 100% ശരിയാണെന്ന് എനിക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഈ പറഞ്ഞ ഈ അധികാരം എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടലായിട്ട് പോകേണ്ടതാണ് എന്നുള്ള ചിന്ത ഇവിടെ യൂറോപ്പിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ട്. അതേസമയം അത് വളരെ വെർട്ടിക്കലായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അല്പം ദുഃഖത്തോടെ തന്നെ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്കുള്ള മാറ്റം പിതാവ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ വരേണ്ടതാണ് എന്ന് ഒരു പാഠമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇവിടുന്ന് ജർമ്മനിയിൽ നിന്ന് പഠിക്കേണ്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും. വലിയ സന്തോഷം പിതാവ്. അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ അൽമായരുടെ പങ്കാളിത്തം, ആ പങ്കാളിത്തത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഈ സിനഡാലിറ്റി എന്ന് പറയുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏറ്റവും ആത്മാർത്ഥതയോടെ നടപ്പിലാക്കാൻ ശ്രമിച്ച രൂപതകളിലൊന്നാണ് മൈൻസ്. അപ്പോൾ ആ മൈൻസിൽ തന്നെയാണ് പിതാവ് ഇപ്പോൾ ഓക്സിലറി ബിഷപ്പായിട്ട് വരുന്നത്. അപ്പോൾ അൽമായരുടെ പങ്കാളിത്തം ഇനിയും വർദ്ധിപ്പിക്കേണ്ട മേഖലകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പിതാവിന് സജഷൻസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിതാവിൻ്റെ ഒപ്പീനിയൻ എന്താണ് പറയാനുള്ളത്? അതെയോ ഇത് ആവശ്യത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്? കാരണം അച്ഛന്മാരുടെ റെഫറൻ്റായിട്ട് പ്രീസ്റ്റർ റെഫറൻ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച സമയത്ത് അച്ഛന്മാരിൽ നിന്ന് ഒരുപാട് ഫീഡ്ബാക്കുകൾ പിതാവിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഇനി തരാൻ പോകുന്ന ഉത്തരവ് ഒരുപക്ഷെ ജർമ്മൻ സഭയ്ക്കായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കേരളത്തിലെ പ്രേക്ഷകരെക്കാൾ കൂടുതൽ. പക്ഷേ പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതിനെ സംബന്ധിച്ച്? അൽമായ പങ്കാളിത്തം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിൽ ഒത്തിരി ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ ഫൊറോന വികാരിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അൽമായ പങ്കാളിത്തത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ ആദ്യം. അതും അൽമായരും കൂടെ കൂടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത്. നമുക്കും ഉണ്ട് നാട്ടിൽ, കേരളത്തിലൊരു എല്ലാ ഇടവകയ്ക്കും ഒരു പാസ്റ്ററൽ കൗൺസിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പാസ്റ്ററൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു അധികാരം, ഇപ്പോൾ പറയും പാസ്റ്ററൽ കൗൺസിലിന് മൊത്തത്തിലുള്ള ഒരു അധികാരം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ധനകാര്യ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു വികാരി ധനകാര്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ധനകാര്യ കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ അൽമായ പങ്കാളിത്തം ഇവിടെ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ
ഈ വക പ്രശ്നങ്ങൾ ഇപ്പോൾ സഫേനെ ബാധിക്കുന്ന 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അൽമായരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ സിനോഡാല വേഗ് എന്ന് നമ്മൾ പറഞ്ഞ സിനോഡാലിറ്റി ജർമ്മനിയിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അത് എന്നാ പറഞ്ഞാൽ ആഗോള സഭയ്ക്ക് എതിരെ പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളും പങ്കാളിത്തവും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങൾ കേൾക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒത്തിരി ജർമ്മനിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, അത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ തന്നെ പറഞ്ഞ പോലെ അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിയുമ്പോൾ 2 വശമുണ്ട്. ചില അച്ഛന്മാർക്ക്, കുറേ അച്ഛന്മാർക്ക് താല്പര്യം എന്നാ പറഞ്ഞാൽ സ്വന്തം തീരുമാനിക്കാനും, കാരണം ഒരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ തീരുമാനിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ സിൻഡാലിറ്റി ഉണ്ട്, അതൊരിക്കലും അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, അത് വളർന്നുകൊണ്ടേ ഇരിക്കും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം അതിനെക്കുറിച്ച് അതിന് ഒരു ഓപ്പൺ ആണ് മൈൻഡ്സ് രൂപത, അല്ലെങ്കിൽ ജർമ്മൻ രൂപതകൾ അതിന് ഓപ്പൺ ആണ്. അത് പുതിയ ഐഡിയാസും കാര്യങ്ങളും എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തും ഇതുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സിനോഡാലിറ്റി വളരെ പ്രൊമോട്ട് ചെയ്യുന്നു രൂപത. അത് സിനോഡാലിറ്റി നാട്ടിലാണെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനോഡാലിറ്റിയുടെ ഒരു കാമ്പായിട്ട് ഇത് ഒരു ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോകുന്ന കേട്ടോ, സിനോഡാലിറ്റിയുടെ ഒരു കാമ്പായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സുഹേറിൻ്റെ കീർഷെ അല്ലെങ്കിൽ ലിസണിങ് ചേർച്ച് അല്ലേ, അതാണല്ലോ അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ. അതായത് സിനോഡാലിറ്റിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാമോദിസയോട് ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പൗരോഹിത്യം, റോയൽ പ്രീസ്റ്റ്ഹുഡ് നമ്മൾ പറയുന്നത്, പ്രീസ്റ്റ്ഹുഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഭയുടെ ഒരേ അധികാരമുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ അച്ഛന്മാരല്ലെങ്കിൽ ബിഷപ്പുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു എന്നാ പറയുക സേവനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു, ദൈവം നിയോഗിക്കുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അച്ഛന്മാരിപ്പോൾ അൽമായരെക്കാളും മുകളിലല്ല. അപ്പോൾ ജർമ്മനിയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഔഗൻഹ്യ എന്ന് പറയും, തീർച്ചയായിട്ടും ഒരേ ഒരു എന്നാ പറഞ്ഞ ഒരു ലെവലിൽ നിന്നിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം, എന്നാലേ സിനോഡാലിറ്റി കൊണ്ട് കാര്യമുള്ളൂ. മറ്റേ സിനോഡാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നതിന് ഓക്കെ പറയാവുന്ന ആയിട്ടാണ് അൽമായ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് സിനോഡാലിറ്റി ആവില്ല. അപ്പോൾ അതിനുള്ളൊരു ഓപ്പൺനെസ്സും ക്രിറ്റിസിസത്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും ഒരേ ലെവലിൽ അൽമായരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എന്നാ പറഞ്ഞാൽ അതിനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിലേ ഈ സിനോഡാലിറ്റി ഫങ്ഷൻ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പുരോഹിതരിലൂടെ മാത്രമല്ലോ, തീർച്ചയായിട്ടും എല്ലാ മാമോദിസ സ്വീകരിച്ച എല്ലാവരിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള ഉൾക്കാഴ്ചകളാണ് ഇന്ന് സഭയെ നയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. അത് പിതാവ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ബോധ്യം പിതാവിനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത്, പലപ്പോഴും പരിചയമുള്ള ബിഷപ്സോ അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിച്ചിരുന്നവരോ അല്ലെങ്കിൽ അധ്യാപന ജോലിയിലൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്ന പലരും ബിഷപ്സൊക്കെ ആയതിനു ശേഷം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പ്രവണത, എന്തുകൊണ്ടോ ഇങ്ങനെ പിതാവൊക്കെ ആയതിന് ബിഷപ്പായതിനു ശേഷം ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് അവർ മാറുന്നത് പോലെ, അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് ക്ലാസ് കോൺഷ്യസ്നെസ് ഡെവലപ്പ്. അപ്പോൾ അത് പലപ്പോഴും മറ്റുള്ളവരെ അകറ്റിക്കളയാണ്. അപ്പോൾ ഏത് സ്ഥാനവും മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കാനുള്ളൊരു ഇതാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളത്. കാരണം ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് അൽമായർ മാത്രമല്ല, അച്ഛന്മാരും ഈ സഭയിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിന്ന് അകന്നു പോകുന്നൊരു രീതി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതീക്ഷ നൽകുകയാണ് പിതാവ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് പിതാവിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ തീർച്ചയായിട്ടും പറ്റുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന്, നാക്ക് പൊന്നാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. കൂടാതെ ഇനി ഒരു കാര്യം കൂടി മാത്രമേ ചോദിക്കാനുള്ളൂ. പിതാവിൻ്റെ സ്ഥാനലബ്ധിയിൽ അന്ന് പീറ്റർ കോൾഗ്രാഫ് പിതാവ്, അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അന്ന് മറ്റ് പല ദിവസങ്ങളിലും കാണുന്നതിനേക്കാൾ വലിയ സന്തോഷവാനായിട്ടാണ് പീറ്റർ കോൾഗ്രാഫ് പിതാവ് വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചത്. അപ്പോൾ അത് ഒരുപക്ഷെ അച്ഛൻ്റെ സ്ഥാനലബ്ധിയിലുള്ള പിതാവിൻ്റെ വലിയൊരു തൃപ്തിയും സന്തോഷവും ഒക്കെയാണ് കാണിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനാണ് പിതാവ് ജന്മം കൊണ്ടല്ലേ, ഒരു മലയാളിയാണ്. എന്നെങ്കിലും ഈ മലയാളിയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് എന്നുള്ള ഐഡൻറ്റിറ്റി ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുന്ന ഐഡൻറ്റിറ്റി എന്തെങ്കിലും ഒരു തടസ്സമായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആളുകളെ അപ്രോച്ച് ചെയ്യുന്നതിന് തടസ്സമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? വളരെ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണല്ലോ.
ഒന്നാമത് ആദ്യത്തെ ചോദ്യത്തിൽ മറ്റേ ഇവിടുത്തെ മൈൻസിലെ ബിഷപ്പിന് 1-2 വർഷം കൂടി ഒരു ഓക്സിലിയറിന് പുള്ളി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ സമ്മതിച്ചുള്ള സന്തോഷം. പിന്നെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ച് വിദേശ വേരുകളുള്ള ഇന്നത്തെ കാലത്ത് ഈ 30% ആൾക്കാർ ജർമ്മനിയിൽ വിദേശ വേരുകളുള്ളവരായതുകൊണ്ട് അത് വേണമെന്നുള്ളതുകൊണ്ട് ഒരാൾ ഓക്കെ പറഞ്ഞാൽ ഇത് നടക്കുകയുള്ളൂ. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എന്നുള്ളത് അത് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അച്ഛന്മാരുടെ ചുമതലയായിട്ട് ജോലി ചെയ്യുമ്പോൾ ബിഷപ്പുമായിട്ട് ഒത്തിരി കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ഞാൻ വന്ന 2005-2006 സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ജർമ്മനിയിൽ ഒരു നല്ല വിലയുണ്ടായിരുന്നു. അപ്പം നമ്മളെന്ന് കാണുന്ന സമയത്ത് ആൾക്കാർ, ഓ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു IT സ്റ്റുഡൻ്റാണ് താങ്കൾ, സന്തോഷം. അപ്പോൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള അങ്ങനത്തെ രീതിയിൽ ആദ്യം തന്നെ നമുക്കൊരു നല്ല സൊസൈറ്റിയിൽ നമുക്ക് ഒരിക്കലും ഒരു ഒരു ഇത് തോന്നിയിട്ടില്ല, ആരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ജർമ്മനിയിൽ ചെറിയ ഈ വലതുപക്ഷ വിഭാഗക്കാരുണ്ട്, എന്നാൽ അത് അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് വേണ്ടത് നമ്മുടെ ഒരു അപ്രോച്ച് അനുസരിച്ചാണ്. നമുക്കൊരു ഒരാളോട് താല്പര്യം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഞാൻ ഒരാൾ കേൾക്കാൻ താല്പര്യമുള്ള ആളാണെന്നുള്ള രീതിയിൽ നമ്മൾ ആ സംഭാഷണത്തിൽ തന്നെ നമ്മുടെ ഈ എന്നാ പറഞ്ഞ പൗരോഹിത്യ വൃത്തി എന്ന് പറയുന്നത് ഒത്തിരി സംസാരങ്ങളിലൂടെ നടത്തുന്ന. അപ്പോൾ അതിൽ ആൾക്കാർക്ക് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നാറില്ല. അത് നമ്മൾ എത്രമാത്രം ആളിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് നമുക്കുള്ള അക്സെപ്റ്റൻസും കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് എന്നാ പറഞ്ഞ ഒരു 2015 ശേഷം നമുക്കൊരു വ്യത്യാസം തോന്നാറില്ല. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലല്ല, മറിച്ച് സൊസൈറ്റിയിൽ ഇവിടെ ഒത്തിരി അഭയാർത്ഥി പ്രവാഹം ഒക്കെ വന്നതോട് കൂടിയിട്ട് ഉള്ള ഒരു സൊസൈറ്റിയുടെ വ്യത്യാസം. എനിക്ക് ആദ്യത്തെ 10 വർഷവും, അതായത് 2005 തുടങ്ങി 2004 ഞാൻ വന്നത്, അത് തുടങ്ങി 2015 വരെയുള്ളതും 2015 തൊട്ട് 2025 വരെയുള്ള സമയത്തുള്ള വ്യത്യാസം നമുക്ക് ലേശം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജോലിയിൽ ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ തസ്തികകളിലെല്ലാം ഞാൻ വന്നതും ആൾക്കാർ അങ്ങനെ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള രീതി മാറ്റി നിർത്താത്തത് കൊണ്ടാണല്ലോ ആ രീതിയിൽ. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ തുടങ്ങിയ കാലത്ത് എനിക്ക് ഒരു തവണ ഒരു മരിച്ചടക്കം എനിക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അയാൾ ഭയങ്കര വലത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഒരു എന്നാ പറഞ്ഞ വിദേശ ോട് വൈരാഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് ഒരു വിദേശി അയാളുടെ അമ്മേനെ മരിച്ചെടുക്കുന്നു എന്നുള്ളത് അയാൾക്ക് അന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട്, അപ്പം അങ്ങനെ ഒരു മരിച്ചടക്ക് ഞാൻ നടത്താതിരുന്നിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച മരിച്ചടക്കാണെങ്കിലും. അത് പക്ഷെ ഞാൻ വന്ന് ഒരു 3 വർഷം കഴിഞ്ഞ സമയത്താണ് ഉണ്ടായത്. അതല്ലാണ്ട് എനിക്ക് ഒരിക്കലും മൈൻഡ്സിൽ ഞാനിപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഒരു വിദേശിയാണ്, വിദേശ വേരുകളിലെ ആളാണെന്നുള്ള രീതിയിലുള്ള ഒരു തടസ്സം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സന്തോഷം. അത് തന്നെ, അതായത് നമ്മുടെ ഓപ്പൺനെസ് അനുസരിച്ചിരിക്കും നമ്മളോടുള്ള ഓപ്പൺനെസ്. അതെ. അല്ല, അതപ്പോൾ അങ്ങനെയുള്ള പ്രിജുഡീസുകളൊക്കെ നമ്മുടെ നാട്ടിലും ആളുകൾക്കുണ്ടല്ലോ, പലതരത്തിലും പല ആളുകളോടും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇവിടെ എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ തന്നെ സമ്മാനിച്ച ജർമ്മനിയിൽ ഇനിയും കൂടുതൽ നല്ല അനുഭവങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനും ഇനി അങ്ങോട്ടുള്ള ജീവിതം, ഇത്രയും കാലം അച്ഛനായിട്ട് ചെയ്ത സേവനം ഇനി ബിഷപ്പ് എന്ന നിലയിൽ തുടരാനും, അത് ഏറ്റവും ഭംഗിയായി ആദ്യം പിതാവ് തന്നെ പറഞ്ഞതുപോലെ ദൈവാശ്രയത്തിൽ അടിയുറച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് 3ാമത്തെ കാലായി ഈശോയുടെ കാലുകൂടി പിതാവിൻ്റെ ഒപ്പം ഉണ്ടാകട്ടെ, പിതാവിനെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഞങ്ങൾക്കും സത്യദൈവത്തിൻ്റെ വായനക്കാർക്കും പ്രേക്ഷകർക്കും കൂടി വേണ്ടി പിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന നീക്കി വയ്ക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്നാണ് ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ അനുഭവങ്ങളും അതുപോലെ എക്സ്പീരിയൻസും പങ്കുവയ്ക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ മൈൻഡ്സിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊത്തിരി സന്തോഷമാണ്. കാരണം നമ്മൾ ഇനി ഒത്തിരി മേഖലകളിൽ ഒരുമിച്ച് കണ്ടുവരും, കൊടുക്കേണ്ടവരും. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും അച്ഛനും. അല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരുപാട് പിതാവാകാൻ മാർച്ച് 15-ാം തീയതിയാണല്ലോ പിതാവിൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ നാളുകളിലാണേലും വളരെ പേഴ്സണലായിട്ടുള്ള കെയർ, പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. വളരെ പ്രത്യേകമായ പല ഘട്ടങ്ങളിലും വളരെ പേഴ്സണലായിട്ട് കെയർ ചെയ്ത് തന്നെ ഒപ്പം നിർത്താൻ വലിയ മനസ്സ് കാണിച്ച ഒരാൾ കൂടിയാണ് പിതാവ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ അത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മാത്രം സന്തോഷമല്ല, അല്ലെങ്കിൽ ഭാരത സഭയുടെ അല്ലെങ്കിൽ കേരളത്തിലെ സഭയുടെ മാത്രം സന്തോഷമല്ല, ഇവിടെ യൂറോപ്പിൻ്റെ മുഴുവൻ ഒരു മാറ്റം കൂടിയാണ് ഇതിലൂടെ
കാണുന്നത്. കാരണം മറ്റൊരു രാജ്യത്തു നിന്നുള്ള അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരാൾ ബിഷപ്പാകുന്നു, അതിനുള്ളൊരു ഓപ്പൺനെസ് സഭ കാണിക്കുന്നു. അത് ജർമ്മൻ സഭ അക്കാര്യത്തിലും വലിയൊരു മാതൃകയാണ് ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ മാതൃക തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളിലേക്കുള്ളൊരു നാന്ദി കുറിക്കലായിട്ട് മാറട്ടെ എന്നും കൂടെ പ്രത്യേകം പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും ചെയ്യണം. ഒത്തിരി നന്ദി. താങ്ക് യു.